നമസ്കാരം ഹരികുമാർ സർ. സർ, നമുക്ക് ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ അറിയാം. അതിന് പകരമായി, അതിന് ബദലായി ഈ മൽഹർ സർട്ടിഫിക്കേഷൻ എന്നൊരു സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ് മഹാരാഷ്ട്ര. എന്താണ് ഈ മൽഹർ സർട്ടിഫിക്കേഷൻ? അതിൽ ഈ ഹിന്ദു ജനവിഭാഗത്തിനുള്ള റോൾ എന്താണ്, പ്രാധാന്യം എന്താണ്? ഇന്നലെ മഹാരാഷ്ട്ര മന്ത്രിയായ നിതേഷ് റാണ ആണ് ഈ ഒരു മൽഹാർ സർട്ടിഫിക്കേഷൻ എന്നൊരു സംവിധാനം ഇന്നലെ ലോഞ്ച് ചെയ്തത്. ഇത് പ്രകാരം ഈ മൽഹാർ സർട്ടിഫൈ ചെയ്ത മൃഗങ്ങൾ കൊല്ലുന്ന രീതി എന്ന് പറയുന്നത് അത് വടക്കേ ഇന്ത്യയിൽ പിന്തുടരുന്ന ജഡ്ക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ്. അതായത് ജഡ്ക എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചാബി വാക്കാണ്. അത് ഹിന്ദി വാക്ക് ജഡി എന്നുള്ളൊരു വാക്കുണ്ട്. അതായത് വളരെ വേഗത്തിൽ ഒറ്റയടിക്ക് ഒറ്റ വെട്ടിന് ജീവികളെ കൊല്ലുക. അപ്പോൾ ഈ രീതിയിൽ കൊന്ന് അതിൻ്റെ ഇറച്ചി എടുക്കുന്ന ഒരു രീതിയാണ്. അതായത് ഇപ്പോൾ നിലവിലുള്ളത് മുസ്ലിം ആചാരപ്രകാരം മൃഗങ്ങളെ കൊല്ലുകയും അത് അവരുടെ ഒരു വചനം ചൊല്ലിയിട്ട് കലിമ അങ്ങനെ എന്തോ ആണ്, എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു മന്ത്രം ജപിച്ചിട്ട് ആ രീതിയിൽ അവർ നടത്തി കൊന്നെടുക്കുന്ന മൃഗങ്ങളെയാണ്, അതിൻ്റെ മീറ്റാണ് ഇന്ന് മാർക്കറ്റിൽ നമ്മൾ പൊതുവെ അത് മാത്രമാണ് പലയിടത്തും അവൈലബിൾ. അപ്പോൾ ഇന്ന് ഇറച്ചിയുടെ മാർക്കറ്റിൽ ഹലാൽ ഇറച്ചിക്ക് ഏതാണ്ട് കുത്തക തന്നെ ഉണ്ട്. ഇതിൽ ഇറച്ചിയിൽ മാത്രമല്ല, ഹലാൽ സർട്ടിഫിക്കേഷൻ ഒരുപാട് ഉൽപ്പന്നങ്ങളിലുണ്ട്. അതിലൊന്നും തന്നെ ഇസ്ലാം വിശ്വാസത്തിന് എതിരായിട്ടുള്ള പ്രകാരമുള്ള മൃഗക്കൊഴുപ്പുകൾ, ഉദാഹരണത്തിന് പന്നിയുടെ കൊഴുപ്പ്, അങ്ങനെയുള്ള വസ്തുക്കളൊന്നും തന്നെ അതിൽ ചേർത്തിട്ടില്ല എന്നുള്ളതിന് ഒരു വിശ്വാസ്യതയും കൂടാണ് ഹലാൽ സർട്ടിഫിക്കറ്റ്. അപ്പം ഇത് വെറും ഒരു ഇറച്ചി കച്ചവടം മാത്രമാണ് എന്ന് നമ്മൾ കരുതുന്നെങ്കിൽ തെറ്റി. ഇതൊരു സമ്പദ്ഘടന കൂടാണ്, ഒരു എൻ്റയർ ഇക്കോസിസ്റ്റം, ഒരു ഇക്കോണമിയാണ് ഇവിടെ ഹലാൽ ഇക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധാരണ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാ ആൾക്കാരും ഈ ഒരു വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇറച്ചി വാങ്ങിക്കുന്നത്. പക്ഷേ വടക്കേ ഇന്ത്യയിൽ പഴയ കാലം തൊട്ട് തന്നെ വ്യത്യസ്തമായ രീതിയിൽ മൃഗങ്ങളെ കൊല്ലുകയും അത്തരം ഇറച്ചി വിൽക്കുന്ന കടകൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശിന്റെ ഭാഗങ്ങൾ, ഡൽഹി, ഇവിടെയൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പലപ്പോഴും ജഡ്ക മീറ്റ്, ഹലാൽ മീറ്റ് എന്നുള്ള കടകൾ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ അതിൽ ഏത് കടയിലാണ് എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഈ ഇറച്ചി വാങ്ങും. അപ്പോൾ നിതേഷ് റാണെ ഇന്നലെ പ്രഖ്യാപിച്ചത് മഹാരാഷ്ട്രയിൽ ഇത്തരം കടകൾ സർക്കാർ തുടങ്ങുന്നത് അതൊരു പ്രത്യേക ലക്ഷ്യത്തിലാണ്. അത് ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലില്ലാത്ത ഹിന്ദു യുവാക്കൾക്ക് ഒരു തൊഴിലവസരം കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു സമ്പദ്ഘടനയ്ക്ക് ഒരു മുന്നോട്ട് പോകാൻ ഒരു തള്ള്, ഒരു ബൂസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ. അത് മാത്രവുമല്ല, ഈ മൽഹാർ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇറച്ചി അതിൽ കലർപ്പില്ല എന്നും, അതായത് അഡൾട്രേറ്റഡ് അല്ല എന്നും ഉള്ള ഒരു ഉറപ്പും കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു വലിയൊരു ഇക്കോസിസ്റ്റം ഇവിടെ ഉണ്ടാക്കുകയാണ്. അത് കാരണം നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അതുപോലെ ശുദ്ധമായ ഇറച്ചി, ഇപ്പോൾ മുഖ്യമായിട്ടും ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് മട്ടൺ ഷോപ്പുകളാണ്. അപ്പോൾ ഈ മട്ടന്റെ പേരിൽ മട്ടണിൽ പലതും കലർത്തി വിൽക്കുന്ന ഒരു രീതി പലയിടത്തും ഉണ്ട്. അതിപ്പോൾ കേരളത്തിൽ പോലും ഉണ്ട്. നമ്മൾ പോയിട്ട് ശരിക്കും മട്ടൺ ആണോ എന്ന്, ആട്ടിറച്ചി ആണോ എന്ന് പലർക്കും തിരിച്ചറിയാൻ വയ്യാത്ത ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ ഈ മൂരിയുടെ ഒക്കെ ഇറച്ചി കൊടുത്തിട്ട് അത് മട്ടനാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് പലപ്പോഴും ഹിന്ദുക്കളുടെ വിശ്വാസങ്ങൾക്കും സെൻസിബിലിറ്റീസിനും അത് വളരെയധികം ഹർട്ട് ചെയ്യുന്നുണ്ട്, മുറിവേൽപ്പിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും ഈ മൽഹാർ സർട്ടിഫൈഡ് ആയിട്ടുള്ള കടകൾ എന്ന് പറയുന്നത് അത് സമൂഹത്തിന് വലിയൊരു ആശ്വാസമാണ്, അതൊരു ഉറപ്പാണ്. കാരണം ആ മട്ടൺ വാങ്ങിക്കുമ്പോൾ അതിന് 100% അവിടുത്തെ സർക്കാരിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരെ അവർക്ക് ഈ ഒരു ഉറപ്പ്, അതായത് 100% വിശ്വാസത്തോടു കൂടി പോയിട്ട് അവർക്ക് മട്ടൺ വാങ്ങിക്കാം. ഇത് എനിക്ക് തോന്നുന്നു മറ്റ് ചിക്കൻ അതുപോലുള്ള മേഖലകളിലേക്കും അത് വ്യാപിക്കും. മാത്രവുമല്ല, സർക്കാർ അവിടെ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധനകൾക്ക് വിധേയമാവുകയും അങ്ങനെ കൃത്യമായ രീതിയിൽ മൽഹാർ ഇറച്ചി വിൽക്കുന്ന ഒരു കടകളുടെ ഒരു ശൃംഖല തന്നെ മഹാരാഷ്ട്രയിൽ
തുടങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു മറ്റു സംസ്ഥാനങ്ങൾക്കും ഇത് മാതൃകയാക്കാവുന്നതാണ്. ഈ ചിലർ ചോദിക്കുമായിരിക്കാം, ഹലാൽ ഇറച്ചി എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്കും കഴിച്ചുകൂടാ? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഒരു മതാചാരപ്രകാരം തയ്യാറാക്കപ്പെടുന്ന ഇറച്ചി, അത് ആ മതത്തിന്റെ വിശ്വാസങ്ങൾക്കും അതുപോലെ ശീലങ്ങൾക്കും ഒക്കെ അനുസൃതമാണ്. പക്ഷേ അത് മറ്റൊരാൾ അത് കഴിക്കണമെന്ന് നിർബന്ധിക്കാൻ എന്താ അവകാശം? മറ്റു പലർക്കും വേറൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പം എനിക്കിപ്പം കേരളത്തിൽ ജഡ്ക ഇറച്ചി വാങ്ങിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കടകൾ ഇവിടെ ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇറച്ചി കച്ചവടം ഒരു സമുദായത്തിന്റെ കുത്തകയാകും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹലാൽ സർട്ടിഫൈഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആ സർട്ടിഫിക്കേഷൻ ആരാണ് കൊടുക്കുന്നത്? ആ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഒരു സംഘം മതപണ്ഡിതന്മാരടങ്ങുന്ന ഒരു സെറ്റപ്പാണ്, ഒരു സംവിധാനമാണ്. ഈ മതപണ്ഡിതന്മാര് ഒരു പ്രത്യേക മതത്തിന്റെ ആൾക്കാരാണ്. അപ്പോൾ എത്ര തൊഴിലവസരങ്ങളാണ് അതുമൂലം അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്? ചുരുക്കി പറഞ്ഞാൽ സമ്പദ്ഘടനയുടെ ഒരു വലിയ ഭാഗം ഒരു വിഭാഗത്തിന്റെ കൈപ്പടിയിൽ വെക്കുക എന്നതാണ് ആത്യന്തികമായിട്ട് ഇതുകൊണ്ട് സംഭവിക്കുന്നത്. ഇന്ത്യ പോലുള്ള ബഹുസ്വരതയുള്ള മൾട്ടി റിലീജിയസ് അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിൽ ഇത്തരം ഒരു വിഭാഗത്തിന്റെ മാത്രമായിട്ട് ഇറച്ചി കച്ചവടം ചുരുക്കപ്പെടുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് സമൂഹം തന്നെ ആലോചിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം കച്ചവടം ജഡ്ക മീറ്റ് എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ആ കച്ചവടം വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ പലപ്പോഴും അത്തരം ഒരു കട നമുക്ക് കാണാൻ പറ്റില്ല. എനിക്ക് ലക്ഷ്മി കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു കട? ഇല്ലെന്നാണ് എൻ്റെ ഒരു തോന്നല്. അപ്പോ കേരളത്തിൽ അതില്ല. ഇപ്പൊ നമ്മൾ എറണാകുളത്തോ തിരുവനന്തപുരത്തോ പോലുള്ള നഗരങ്ങളിലോ ചെന്നിട്ട് കോട്ടയമോ അല്ലെങ്കിൽ ആലപ്പുഴയോ അവിടെ എവിടെ നോക്കിയാലും നമുക്ക് അത്തരം ഒരു കട കാണാൻ പറ്റില്ല. അപ്പോ തൊഴിലവസരങ്ങള്, സമ്പദ്ഘടന, ഇതൊക്കെ അതിന്റെ ഒരു ചില ഭാഗങ്ങള് അത് കുറച്ചുകൂടെ ഒന്ന് വികേന്ദ്രീകരിക്കപ്പെട്ട് എല്ലാവർക്കും അവിടേക്ക് ഒരു ആക്സസ് ലഭിക്കേണ്ടതുണ്ട്. സമൂഹത്തിലെ എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിൽ ഭാഗവാക്കാകാനുള്ള ഒരു അവസരം ലഭിക്കേണ്ടതുണ്ട്. അത് ഇത്തരം ഒരു ഇനിഷ്യേറ്റീവിലൂടെ മുന്നോട്ട് വരികയാണ്. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മറുഭാഗത്ത് ഹലാൽ ഇറച്ചി തയ്യാറാക്കുമ്പോൾ അതിന് ചില മതപരമായ ചില മന്ത്രങ്ങൾ എന്ന് പറയുന്നോ അല്ലെങ്കിൽ സൂക്തങ്ങളോ ഒക്കെ ജപിച്ചുകൊണ്ട് ആ രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനൊന്നുമില്ല. അപ്പം ഒരു മതക്കാരനും ഇത് വാങ്ങിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഇത് വേഗത്തിൽ കൊല്ലുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ വേഗത്തിൽ കൊല്ലുന്നു എന്നതൊഴിച്ചാൽ മറ്റു രീതിയിലുള്ള യാതൊരു തരം മതപരമായ സിംബലുകളോ മതപരമായ ചടങ്ങുകളോ ഈ ഇറച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇറച്ചി വളരെയധികം മതേതരമായ രീതിയിലാണ് ഈ ഇറച്ചി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കേരളം പോലുള്ള ഈ ബഹുസ്വരതയുള്ള സംസ്ഥാനങ്ങളിൽ ഇത് ഒരു പുതിയ ഇക്കോണമിയിൽ ഒരു പുതിയ വാതിൽ തന്നെ തുറക്കും. ഇപ്പൊ ഹലാൽ ആരും വാങ്ങരുതെന്നൊന്നും ഇവർ പറയുന്നില്ലല്ലോ. ഹലാൽ ആവശ്യമുള്ളവർ ഹലാൽ വാങ്ങാം. ധാരാളം ഹലാൽ കടകൾ നടക്കട്ടെ. അതിനൊപ്പം തന്നെ മൽഹാർ കടകളും തുടങ്ങട്ടെ. അപ്പോ എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയുടെ ഒരു വലിയ ഉദാഹരണമാണ്. ഇപ്പൊ നമുക്ക് മതപരമായ രീതിയിൽ സമ്പദ് വ്യവസ്ഥകൾ രൂപപ്പെടുമ്പോൾ അതിലൊരു വലിയ പ്രശ്നം. ഇപ്പൊ ചിലർ ചോദിക്കാം, ഹിന്ദുക്കളിൽ നിന്ന് എന്തുകൊണ്ട് ആരും പോയിട്ട് ഇറച്ചി വെട്ടുന്നില്ല, അല്ലെങ്കിൽ ഹിന്ദുക്കളിൽ നിന്നുകൊണ്ട് ആരും എന്തുകൊണ്ട് ഒരു ഇറച്ചിക്കട തുടങ്ങുന്നില്ല? അതത്ര ലളിതമല്ല. കാരണം ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാള് അവർക്ക് അവരുടേതായ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്ക് സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിനുള്ളിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അത് വെറും ഇറച്ചി വെട്ടുന്നതിൽ മാത്രമല്ല. ഇപ്പൊ ഹലാൽ പ്രോഡക്റ്റ് ഒരുപാട് മേഖലകളിൽ ഹലാൽ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഹലാലാണെന്ന് സർട്ടിഫൈ ചെയ്യേണ്ടത് ഒരു റിലീജിയസ് ബോഡി ആയിരിക്കും, ഒരു മതപരമായിട്ടുള്ള ഒരു സംഘടനയായിരിക്കും. അപ്പൊ അവരാരായിരിക്കും അതിലുള്ളത് മതപണ്ഡിതന്മാരായിരിക്കും. അത് ഏത് മതത്തിന്റെയാണ്? അത് ഇസ്ലാം മതത്തിന്റെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ആ ഒരു മേഖലയിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനേ സാധ്യതയുള്ളൂ. നമ്മൾ അതുകൊണ്ട് വളരെ ലളിതമായി ചോദ്യം ചോദിച്ച് കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഒരു നമ്മുടെ മതേതരം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കണ്ടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ നടിക്കാം. പക്ഷെ അത് എല്ലാ കാലവും എല്ലാവരും വിശ്വസിച്ചു പോകും എന്ന് കരുതണ്ട. എന്തായാലും മഹാരാഷ്ട്രയിലെ ഈ ഒരു പുതിയ ഒരു നീക്കം
എനിക്ക് തോന്നുന്നു മറ്റു പല സ്ഥലങ്ങളിലും ഇത് ആവർത്തിക്കപ്പെടാനിടയുണ്ട്. അപ്പോൾ സർക്കാർ അവിടെ ഇപ്പം പല സ്ഥലങ്ങളിലും ഹിന്ദു സമുദായത്തിൽ പെട്ടവർ തന്നെ ഇറച്ചി മീൻ കച്ചവടമൊക്കെ നടത്തുന്ന പരമ്പരാഗതമായി നടത്തിയിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അത് പഴയ കാലത്തേക്ക് പോയി നമ്മൾ തിരിഞ്ഞു അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ മേഖലകളിലെല്ലാം തന്നെ എല്ലാ സമുദായക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ പലയിടത്തും അവർക്ക് പല പല കാരണങ്ങളാൽ അവർ വിലക്ക് വന്നു. ഇപ്പൊ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം തന്നെ എടുക്കാം. പലരും വിശ്വസിക്കില്ല, കേരളത്തിന്റെ തീരപ്രദേശത്ത് പലയിടത്തും ഹിന്ദു മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്നതിൽ ഒരുതരം വിലക്ക് തന്നെ ഉണ്ട്. ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ പലർക്കും ഞെട്ടലായിരിക്കാം. പക്ഷെ തീരപ്രദേശത്ത് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അത് വളരെ കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തും ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമേ കടലിൽ പോയി മത്സ്യം പിടിക്കാനുള്ള അവകാശമുള്ളൂ. അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലുണ്ട്. ഹിന്ദു മത്സ്യത്തൊഴിലാളികൾ ഭൂരിപക്ഷമുള്ള കൊല്ലം ജില്ലയുടെ ആലപ്പാട് തൊട്ട് ഏതാണ്ട് ആലപ്പുഴ ജില്ലയുടെ പുന്നപ്ര ഒക്കെ വരെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് സ്വതന്ത്രമായിട്ട് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും മത്സ്യം പിടിക്കാൻ പറ്റുന്നത്. മലപ്പുറത്തിന്റെ പല ഭാഗങ്ങളിൽ ചെന്നാലും അത് നടക്കില്ല. അതുപോലെ തന്നെ നമ്മൾ കാസർഗോഡൊക്കെ ചെല്ലുമ്പോൾ തീരദേശത്തെ ഒരു പോപ്പുലേഷന്റെ ഡെമോഗ്രഫി വെച്ചിട്ടാണ് കടലിൽ പോകാനുള്ള അവകാശം. മറ്റ് ഉള്ളവരവിടെ പോയാൽ അവിടെ വലിയ കലാപങ്ങൾ ഉണ്ടാവും. അങ്ങനെ വലിയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബോട്ട് ഇറക്കാൻ മറ്റൊരു പ്രദേശത്തു നിന്ന് ആൾ വന്ന്, അതിവിടെ പ്രാദേശികവാദം പോലും ഉണ്ട്. ഒരു പ്രദേശത്തു നിന്ന് ഇവിടെ വന്ന് മത്സ്യബന്ധനം നടത്താൻ വന്നാൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ എതിർക്കും. രണ്ടു കൂട്ടരും മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. അപ്പൊ ഇത് എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന പോലെ ഇറച്ചിയുടെ ബിസിനസ്സിലും ഇതൊക്കെ തന്നെ ഉണ്ട്. പല ആൾക്കാരും വാദഗതിക്ക് വേണ്ടിയിട്ട് ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഉന്നയിക്കുകയും അത് പിന്നീട് പരസ്യ സംവാദങ്ങളിൽ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും, പക്ഷെ കാര്യം യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോഴേ അതിൻ്റെ കാമ്പിനോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയത്തുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ് പല കാര്യങ്ങളും നിൽക്കുന്നത്. അത് കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മൽഹാർ എന്ന് പറയുന്ന ഒരു നീക്കം, ഒരു ചുവടുവെപ്പ് ശരിക്കും സമൂഹത്തിന് ആവശ്യമുള്ളതും സമൂഹത്തിൽ സമത്വം കൊണ്ടുവരികയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പ്രാഥമികമായിട്ട് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.